ഇന്ന് നമുക്ക് ഒരൊറ്റ കിൻഡർ ജോയ് വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു മിനി കിൻഡർ ജോയ് ബൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളൊരു കിൻഡർ ജോയും അതുപോലെ തന്നെ ഒരു ബാംബൂ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്ക് നമ്മളുടെ കിൻഡർ ജോയുടെ ഉൾഭാഗത്തേക്ക് കയറ്റി വെക്കണം. എന്നിട്ട് നമ്മളൊരു ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് ആ ബൊക്കെ ഷീറ്റ് 4 ഭാഗമാക്കി ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു 4 ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മളുടെ കിൻഡർ ജോയ് ബൊക്കറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ആ പേപ്പറിന്റെ 2 ഭാഗവും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സെന്റർ പോർഷനിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നേരത്തെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ആ ഒരു കിൻഡർ ജോയ് ഇല്ലേ, അത് നമ്മൾ ഈ ഒരു ഷീറ്റിന്റെ സെന്റർ ഭാഗത്ത് വെച്ചിട്ട് ആ സ്റ്റിക്കിനെയും പേപ്പറിനെയും കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കണം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഇല്ല, അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അതിന് നമ്മൾ വീണ്ടും 2 ഭാഗമാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു 2 പേപ്പറിനെ കിൻഡർ ജോയുടെ 2 സൈഡിലും വെച്ചിട്ട് വീണ്ടും ത്രെഡ് വെച്ചിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വീണ്ടും 3ാമത്തെ ലെയറും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കി എടുക്കണം. പിന്നെ നമ്മൾ ഈ കിൻഡർ ജോയുടെ അകത്തേക്ക് നേരത്തെ സ്റ്റിക്ക് വെച്ചില്ല, സ്റ്റിക്ക് ആരും കിൻഡർ ജോയുടെ ബാക്ക് സൈഡിൽ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കിൻഡർ ജോയ് ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിന്ന് തിരിയൊന്നുമില്ല, നിർത്തോത്തെ നിൽക്കും. നെക്സ്റ്റ് നമ്മൾ ഇതായൊരു കിൻഡർ ജോയുടെ ഫ്രണ്ട് പോർഷനിലും കൂടി കുറച്ച് പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെയും നമ്മൾ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതും കൂടിയും ചെയ്ത് ഒരു റിബൺ കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബൊക്കയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൊക്കയുമ്പോൾ നമ്മൾ റിബൺ കിട്ടുന്ന ടൈമിൽ കളർ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ബൊക്കെ ഷീറ്റിന് മാച്ച് ആയിട്ടുള്ള കളർ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ഇപ്പോൾ ഒരു വൈറ്റുമേ ബോർഡറിലായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ഗോൾഡൻ കളർ റിബൺ ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഈ ഒരു റിബണും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മിനി ബൊക്കയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ബൊക്കയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു മിനി കിൻഡർ ജോയ് ബൊക്കയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.